പരിശുദ്ധതയുടെ പർദീസയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ വിശുദ്ധ ജർത്രൂദിനെ കുറിച്ചാണ് ശ്രവിക്കുക. ഈ പുണ്യവതി ജനിച്ചത് 1256 ജനുവരി 6 തീയതി ജർമ്മനിയിൽ ആയിരുന്നു. അവൾക്ക് അവളുടെ വളരെ ചെറുപ്പത്തിൽ തന്നെ അവളുടെ മാതാപിതാക്കളെ നഷ്ടമായിരുന്നു. അങ്ങനെ ജർത്രൂദിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവൾക്ക് എത്രത്തോളം അവളുടെ മാതാപിതാക്കളെ എങ്ങനെയാണ് നഷ്ടമായതെന്നോ അതിനെക്കുറിച്ചുള്ള വ്യക്തമായ അറിവുകളൊന്നും നമുക്ക് ലഭ്യമല്ല. ഇങ്ങനെയാണ് പറയപ്പെടുക. അവൾക്ക് ഏകദേശം ഒരു 5-6 വയസ്സ് ആ ഒരു പ്രായമായപ്പോൾ അവൾ ഒരിക്കൽ സിസ്റ്റേഴ്സ്യൻ സന്യാസിനിമാരുടെ ഒരു കോൺവെൻറ്റിൽ ഒരു ദിവസം ഒരു രാത്രി നോക്കുമ്പോൾ ഒരു ചെറിയ കുഞ്ഞ് തണുത്ത് വിറച്ചിരിക്കുന്നതായിട്ട് കാണുന്നു. അവളെങ്ങനെ അവിടെ എത്തിയെന്നൊന്നും വളരെ കൃത്യമായ അറിവുകളൊന്നും നമുക്ക് ലഭ്യമല്ല. അങ്ങനെ ഈ ഒരു കോൺവെൻറ്റിലാണ് ഈ കുഞ്ഞിനെ പിന്നെ അവരെ ഏറ്റെടുത്ത് വളർത്തുന്നത്. അപ്പോൾ ജർത്രൂദിൻ്റെ ജീവിതകാലം പൂർണ്ണമായിട്ടും ഈ ഒരു സന്യാസിനികളുടെ കൂടെ ആയിരുന്നു, സിസ്റ്റേഴ്സിൻ സന്യാസിനികളുടെ കൂടെ. അപ്പോൾ ഈ അവിടുത്തെ മദറായിരുന്ന ഇവൾ ആ കോൺവെൻറ്റിൽ ചെന്നെത്തിയ ആ ഒരു കാലഘട്ടം മുതൽ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന മദറിൻ്റെ സഹോദരിയായ മറ്റൊരു സിസ്റ്ററാണ് ജർത്രൂദിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നത്. അപ്പോൾ ജർത്രൂദിനെ എല്ലാവർക്കും വളരെ ഇഷ്ടമായിരുന്നു. ഈ കുഞ്ഞിനെ ആദ്യം ആ ഒരു കോൺവെൻറ്റിൽ അവർ കൊണ്ടുവരുമ്പോൾ അവിടെയുള്ള സിസ്റ്റേഴ്സ് അവളുടെ പേര് ചോദിക്കുന്നുണ്ട്. സിസ്റ്റർ ഒരു പേരിടുന്നുണ്ട്, അതോടൊപ്പം തന്നെ അവളുടെ പേരെന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ രണ്ടുപേരും പറയുന്ന പേര് ജർത്രൂദ് എന്നുള്ളത് തന്നെയായിരുന്നു. അങ്ങനെ ദൈവനിശ്ചയപ്രകാരം അവൾ വളരെ സന്തോഷത്തോടെ അവളുടെ ഒരു ജീവിതം അവിടെ കഴിച്ചു കൂട്ടുകയാണ്. അവൾ ജർത്രൂദ് ചെറുപ്പം മുതലേ എല്ലാ കാര്യങ്ങളും നല്ല മികച്ച എല്ലാ കാര്യങ്ങളിലും, അതായത് എക്സ്ട്രാ കരിക്കുലറായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും അവൾ നല്ല മികവ് പുലർത്തിയിരുന്നു. അതോടൊപ്പം തന്നെ സ്പിരിച്വലായിട്ടുള്ള ആത്മീയ കാര്യങ്ങളിലും അവൾ പ്രാർത്ഥനയിലും എല്ലാം നല്ല രീതിയിൽ ആയിരുന്നു അവൾ. എന്നാൽ ശരിക്കും മികവ് പുലർത്തിയിരുന്ന ഒരു കുഞ്ഞായിരുന്നു അവൾ. അതിനാൽ തന്നെ എല്ലാവർക്കും ജർത്രൂദിനെ വളരെ ഇഷ്ടമായിരുന്നു. ഇങ്ങനെ ഒരു സംഭവം ഒരിക്കൽ നടക്കുന്നതായിട്ട് പറയുന്നുണ്ട്. ഒരിക്കൽ അവൾക്ക് ഏകദേശം 4 വയസ്സ് പ്രായമായിരിക്കണം. അപ്പോൾ അവൾ കളിക്കുന്ന സമയത്ത് 2ാമത്തെ നിലയിൽ നിന്ന് പെട്ടെന്ന് അവൾ കാൽ വഴുതി താഴേക്ക് വീഴുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അരഭിത്തിയിൽ നിന്ന് അവൾ കാല് തെറ്റി വീഴുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇവൾ വീണപ്പോൾ കരുതിയത് അവളെ നഷ്ടമായെന്ന് തന്നെയാണ് എല്ലാവരും കരുതിയത്. പക്ഷേ വളരെ അത്ഭുതമെന്നോണം അവൾ യാതൊരു കുഴപ്പവും കൂടാതെ അവിടെ എണീറ്റ് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇവളെ കാണുമ്പോൾ മറ്റൊരാൾ അവളോട് ചോദിക്കുന്നുണ്ട്, നീ ഇപ്പോൾ മരിച്ചു പോകുമായിരുന്നില്ലേ, അവിടെ നിന്ന് വീണപ്പോൾ നീ മരിച്ചു പോകുമായിരുന്നില്ലേ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ജർത്രൂദ് പറയുന്നുണ്ട്, ഞാൻ മരിച്ചെങ്കിൽ ഞാൻ സ്വർഗത്തിൽ പോകുമായിരുന്നല്ലോ, ഇപ്പോൾ എനിക്ക് പോകാൻ പറ്റത്തില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ജർത്രൂദ് പറയണം. അപ്പോൾ ആ ഒരു ചെറിയ പ്രായം മുതൽ തന്നെ ജർത്രൂദിന് ശരിക്കും സ്വർഗത്തെക്കുറിച്ചും നിത്യതയെക്കുറിച്ചൊക്കെ വളരെ നല്ലൊരു സ്വപ്നം അവളുടെ മനസ്സിലുണ്ടായിരുന്നു. അവൾക്ക് ഒന്നിനെക്കുറിച്ചും ആശങ്കയില്ലായിരുന്നു. തനിക്ക് ജീവിതത്തിൽ എന്ത് വന്നാലും തന്നെ അത് സ്വർഗത്തിലേക്ക് എത്തിച്ചേരാനുള്ള മാർഗമാണ്. അതെല്ലാം വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ കുഞ്ഞു ജർത്രൂദ് കണ്ടിരുന്നത്. അങ്ങനെ ജർത്രൂദ് വളർന്നു, അവളുടെ ഒരു യൗവന കാലഘട്ടത്തിലേക്ക് എത്തി. അപ്പോൾ ഈ സമയത്ത് തന്നെ ചെറുപ്പം മുതൽ തന്നെ അവൾക്ക്, പ്രത്യേകിച്ച് ഈ സിസ്റ്റേഴ്സിൻ്റെ കൂടെ വളർന്നതുകൊണ്ട് ആയിരിക്കണം അവൾക്ക് സന്യാസിനി ആകണമെന്നുള്ള ഒരു ആഗ്രഹം വളരെ ചെറുപ്പത്തിൽ തന്നെ അവളുടെ ഉള്ളിലുണ്ടായിരുന്നു. അങ്ങനെ അവൾ സന്യാസ ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ നോവിഷ്യേറ്റിലായിരിക്കുമ്പോൾ തന്നെ നമ്മൾ സിസ്റ്റേഴ്സ് ആകുന്ന ആ ഒരു കാലഘട്ടത്തിൻ്റെ ആരംഭ കാലഘട്ടത്തിനെയാണ് നോവിഷ്യേറ്റ് പറയുക. അപ്പോൾ ആ സമയങ്ങളിൽ തന്നെ അവർക്ക് വളരെ കുറച്ച് സമയം, അവരുടെ പരിശീലനത്തിൻ്റെ ഭാഗമായിട്ട് വളരെ കുറച്ച് സമയം മാത്രമേ ഇവർക്ക് വിശ്രമത്തിനായിട്ട് ലഭിച്ചിരുന്നുള്ളൂ. അപ്പോൾ ജർത്രൂദിനെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് അത് ശരിക്കും വിശ്രമിക്കാനോ അവൾക്ക് ആവശ്യമായ രീതിയിൽ ഒക്കെ ഇഷ്ടമുള്ള രീതിയിലൊക്കെ വിനിയോഗിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. പക്ഷേ ജർത്രൂദ് ആ സമയങ്ങളൊക്കെ അങ്ങനെ അവളെ നഷ്ടമാക്കാതെ അവൾ ആ സമയങ്ങളെല്ലാം ഈശോയുടെ അടുത്ത് പോയിരുന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് അവൾ സമയം കണ്ടെത്തിയിരുന്നു എന്നാണ് പറയുക. അങ്ങനെ ജർത്രൂദ് തൻ്റെ ആ ഒരു നോവിഷ്യേറ്റ് കഴിഞ്ഞു. അങ്ങനെ അവൾക്ക് ഏകദേശം 26 വയസ്സായപ്പോൾ അവൾ സന്യാസിനിയായി തീരുകയാണ്.
ഇതിനുശേഷം അവളുടെ ജീവിതത്തിൽ വളരെയേറെ നല്ല അനുഭവങ്ങൾ അവളുടെ ജീവിതത്തിൽ അവൾക്ക് ലഭിക്കുകയുണ്ടായി. അപ്പോൾ ഒരിക്കൽ ഇങ്ങനെയാ പറയുക, ഒരിക്കൽ അവൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഇരുന്ന ആ ഒരു മുറിക്കകത്തുണ്ടായിരുന്ന ഒരു വിശുദ്ധയായ സന്യാസിയുടെ ചിത്രം കണ്ട് അത് വണങ്ങി അവൾ അവിടെ നിന്ന് നടന്ന് നീങ്ങുന്ന സമയത്ത് പെട്ടെന്ന് ഒരു പ്രകാശം കാണുന്നുണ്ട്. അവിടെ ഒരു കൗമാരക്കാരനായ ഒരു ആൺകുട്ടി അവിടെ നിൽക്കുന്നു. അപ്പോൾ അവൾ പെട്ടെന്ന് ഇത് കണ്ട് അവൾ ഞെട്ടുകയാണ്. കാര്യം ഇതൊരു സന്യാസിനി മഠമാണ്. അപ്പോൾ ഇവിടെ പെട്ടെന്ന് പുരുഷന്മാരൊക്കെ എങ്ങനെയാണ് കടന്നു വരാൻ സാധിക്കുക? അപ്പോൾ അവൾ വളരെ അത്ഭുതത്തോടെ നോക്കുകയും സംസാരിക്കാനൊക്കെ തുടങ്ങി, ഇതാരാണ്, എങ്ങനെ ഇവിടെ എത്തിയെന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയം ഈശോ തന്നെ വെളിപ്പെടുത്തുകയാണ്, ഞാൻ ഭയപ്പെടേണ്ട, ഇത് ഞാനാണ്, നിൻ്റെ രക്ഷ സമീപിച്ചിരിക്കുന്നു, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ഈശോ അവളോട് അവളെ ആശ്വസിപ്പിക്കുകയും അതോടൊപ്പം തന്നെ അവളുടെ കരങ്ങളിൽ സ്പർശിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ദ്രിയങ്ങളിലൂടെ അവൾ ആദ്യമായിട്ട് അവൾക്ക് ലഭിക്കുന്ന ഒരു സ്പർശനം, ഈശോയുടെ സ്പർശനമായിരുന്നു അത്. അപ്പോൾ അതിന് ശേഷമാണ് ജത്രൂദിൻ്റെ ജീവിതത്തിൽ അവൾ വലിയ മാറ്റങ്ങൾ പിന്നീട് വരാനായിട്ട് ആരംഭിക്കുക. അങ്ങനെ നമുക്ക് തുടർന്ന് അവളുടെ ജത്രൂദിൻ്റെ ജീവിതം പരിശോധിക്കുമ്പോൾ നമുക്ക് ഈശോയുടെ ശക്തമായ ഇടപെടൽ അവളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള നിരവധി അനുഭവങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ജത്രൂദിന് പ്രത്യേകമായിട്ട് എടുത്തു പറയാനായിട്ടുള്ള ഒരു കാര്യം അവളുടെ തിരുഹൃദയ ഭക്തിയായിരുന്നു. അവൾ പല അവസരങ്ങളിലും ഈശോയുടെ മുറിയപ്പെട്ട തിരുഹൃദയത്തെക്കുറിച്ച് അവൾ ധ്യാനിക്കുമായിരുന്നു. അങ്ങനെ ഒരിക്കൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവളുടെ ഹൃദയത്തിൽ അവൾക്ക് ശക്തമായ വേദന അനുഭവപ്പെടുന്നു. അതിനുശേഷം അവൾക്ക് പഞ്ചശത അനുഭവം അവൾക്ക് ലഭിക്കുകയാണ്. നമ്മൾ മറ്റ് വിശുദ്ധരെക്കുറിച്ചൊക്കെ മിസ്റ്റിക്കുകളെക്കുറിച്ചൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പാദ്രെ പിയോ, ഫ്രാൻസിസ് അസീസി, അവർക്കൊക്കെ ഉണ്ടായതുപോലെ തന്നെ ജത്രൂദിനും പഞ്ചശത അനുഭവം അവളുടെ ലഭിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ മറ്റൊരു സംഭവം ഇങ്ങനെ പറയാം, ഈശോയുടെ ഹൃദയം അവൾക്ക് കൊടുത്തു വന്നു. അമ്മത്രേസ്യയ്ക്ക് ഇതുപോലെയുള്ള അനുഭവം, വിശുദ്ധ അമ്മത്രേസ്യയ്ക്ക് ഇതേ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഈശോയുടെ ഹൃദയം അവൾക്ക് നൽകിയിരുന്നു എന്നാണ് പറയുക. അങ്ങനെ അത്രത്തോളം ഈശോയുമായിട്ടുള്ള ഒരു വളരെ നല്ലൊരു ആഴമായ ഒരു സ്നേഹബന്ധം ജത്രൂദിനുണ്ടായിരുന്നു. അങ്ങനെ ഒരിക്കൽ അവരുടെ ആ ഒരു മഠത്തിലുണ്ടായിരുന്ന മറ്റൊരു സന്യാസിനി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ ഒരു സംഭവത്തെക്കുറിച്ച് ഈശോ ഇങ്ങനെയാണ് ആ സന്യാസിനിക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നത്. അതായത് ഈശോ സക്രാരിയിൽ വസിക്കുന്നതിന് ശേഷം അതുകൂടാതെ ഈശോ പിന്നീട് വസിക്കാൻ ആഗ്രഹിക്കുന്നത് ജത്രൂദിൻ്റെ ഹൃദയത്തിലാണെന്ന്. കാരണം അത്രത്തോളം കുറ്റമറ്റതായിരുന്നു ജത്രൂദ് എന്ന് പറയുന്ന സന്യാസിനി. അപ്പോൾ ജത്രൂദ് അത്രത്തോളം വിശുദ്ധിയോടുകൂടി തൻ്റെ ഹൃദയം കാത്തു സൂക്ഷിക്കാനായിട്ട് എപ്പോഴും പരിശ്രമിച്ചിരുന്നു. അത് പ്രത്യേകമായിട്ട് ഇങ്ങനെയായിരുന്നു, ജത്രൂദിന് ചെറിയൊരു തെറ്റ് ചെയ്താൽ പോലും അത് ഈശോയെ വിഷമിപ്പിച്ചു അല്ലോ എന്ന് കരുതി ജത്രൂദ് അത് എങ്ങനെയെങ്കിലും ഈശോയോട് മാപ്പ് ചോദിച്ച് അതിൽ നിന്ന് പിന്മാറാനായിട്ട് ജത്രൂദ് പലപ്പോഴും ശ്രമിച്ചിരുന്നു. ഒരു ഉദാഹരണം ഇങ്ങനെയാണ് പറയുക, ജത്രൂദ് ഇവർക്ക് വിശുദ്ധ കുർബാനകൾ, ദിവ്യബലികളിൽ വിശുദ്ധ കുർബാനകൾ നമുക്ക് ലഭിക്കുമല്ലോ. അപ്പോൾ വിശുദ്ധ കുർബാന ഏറ്റവും യോഗ്യതയോടുകൂടി കൈക്കൊള്ളുവാനായിട്ട് ജത്രൂദ് എപ്പോഴും പരിശ്രമിച്ചിരുന്നു. അപ്പോൾ എന്തെങ്കിലും ഒരു സംഭവം തെറ്റായിട്ട് താൻ ചെയ്തതായിട്ട്, ഈശോയുടെ സ്നേഹത്തിനെതിരായിട്ട് താൻ ചെയ്തു എന്ന് ജത്രൂദിന് മനസ്സിൽ തോന്നിയാൽ അന്നത്തെ ദിവസം ജത്രൂദ് വിശുദ്ധ കുർബാന സ്വീകരിക്കുകയില്ല. ജത്രൂദ് എങ്ങനെയെങ്കിലും അത് ഒഴിവാക്കും. കാര്യം അത്രയും താൻ അയോഗ്യയാണ്, പരമപരിശുദ്ധനായ ഈശോയെ ദിവ്യകാരുണ്യത്തിൽ സ്വീകരിക്കാൻ താൻ യോഗ്യയല്ല എന്നുള്ള ഒരു ചിന്തയിൽ ജത്രൂദ് അതിൽ നിന്നെല്ലാം മാറി നിന്നിരുന്നു. പക്ഷേ ഈശോ ഈ ഒരു കാര്യം ജത്രൂദിനെ തിരുത്തി. പിന്നീട് ഒരിക്കൽ എന്നിട്ട് ഈശോ ജത്രൂദിനോട് പറയുന്നുണ്ട്, വിശുദ്ധ കുർബാന സ്വീകരണം ഞാൻ നിനക്ക് ചെയ്തു തന്ന നന്മകൾക്കുള്ള ഒരു നന്ദി പ്രകടനമാണ്. അപ്പോൾ അതിനുള്ള ഒരു നന്ദി പ്രകടനമായിട്ടാണ് നീ ഈ ഒരു ദിവ്യകാരുണ്യം സ്വീകരിക്കുന്നത്. അപ്പോൾ അതിൽ നീ ഒരു കാരണവശാലും ഒഴിവ് കാണിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് ഈശോ ജത്രൂദിനോട് പറയുകയാണ്. അപ്പോൾ അതിനുശേഷമാണ് ജത്രൂദ് ആ ഒരു കാര്യത്തിൽ നിന്ന് മാറി നിൽക്കുന്നത്. ഇങ്ങനെ ഇതുകൂടാതെ തന്നെ ജത്രൂദിൻ്റെ ലൈഫിലുണ്ടായ മറ്റ് സംഭവങ്ങൾ പറയുകയാണെങ്കിൽ വെളിപാടുകൾ ലഭിക്കുമായിരുന്നു ജത്രൂദിന്. അപ്പോൾ ഏറെ പ്രത്യേകിച്ച് ഈ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾ, മരിച്ചുപോയി ശുദ്ധീകരണ സ്ഥലത്തിൽ കിടക്കുന്ന ആത്മാക്കളെ കുറിച്ചുള്ള വെളിപാടുകൾ ജത്രൂദിൻ്റെ എപ്പോഴും ലഭിച്ചിരുന്നു.
അപ്പോൾ ചില ആത്മാക്കൾ, ചില മനുഷ്യർ ഇപ്പോൾ മരണപ്പെടാറായി കിടക്കുന്നവരൊക്കെ ആണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുവാനായിട്ടും അവരുടെ ആത്മാവിൻ്റെ അവസ്ഥ എന്താണെന്നൊക്കെ ജത്രൂദിന് ദർശനത്തിലൂടെയൊക്കെ ലഭിച്ചിരുന്നു. അതുപോലെ തന്നെ ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കുന്ന ആത്മാക്കൾ എന്ത് കാരണത്താലാണ് അവർ ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാരണങ്ങളെല്ലാം ജത്രൂദിന് പലപ്പോഴും ഈശോ വെളിപ്പെടുത്തി കൊടുത്തിരുന്നു. ഒരിക്കൽ ഇങ്ങനെ പല അവസരങ്ങളിൽ കിട്ടിയ വെളിപാടുകളിൽ ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കുന്ന ആത്മാക്കളെക്കുറിച്ച് പറയുന്ന അതിലൊരാത്മാവിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ് പറയുക. അദ്ദേഹം ഭൂമിയിലായിരുന്ന സമയത്ത്, ജീവിതകാലം താൻ ഇവിടെ ഭൂമിയിൽ ജീവിച്ചിരുന്ന സമയത്ത് രോഗിയായി കിടന്നപ്പോൾ അദ്ദേഹം പലപ്പോഴും മറ്റുള്ളവരിൽ നിന്ന് ആശ്വാസം ലഭിക്കുവാനായിട്ട് അദ്ദേഹം തീവ്രമായിട്ട് ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ ഇക്കാരണത്താലാണ് അദ്ദേഹം ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കുക. മറ്റൊരു സംഭവം ഇങ്ങനെയാണ് പറയുക. ഒരു ശുദ്ധീകരണാത്മാക്കളുടെ കാര്യത്തിൽ ഒരാൾ ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കാനുള്ള ഒരു കാരണം ആ വ്യക്തി കുമ്പസാരം എന്ന കൂദാശയെ വളരെ നിസ്സാരമായി കണ്ടിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിന് തീരെ പ്രാധാന്യം കൊടുക്കാതെ ജീവിതകാലത്ത് ഇവിടെ ഭൂമിയിലായിരുന്ന സമയത്ത് വളരെ നിസ്സാരതയോടെ കണ്ടിരുന്നത് കൊണ്ട് ആ ഒരു വ്യക്തി ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കുന്നു. പിന്നെ മറ്റൊരു ആത്മാവിന് വേണ്ടിയിട്ട് ഇതുപോലെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജത്രൂദ് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗസ്നായ പിതാവേ എന്ന പ്രാർത്ഥന ചൊല്ലുമ്പോൾ ഒരു പ്രത്യേക സ്ഥലം ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ എന്നുള്ള ആ ഒരു ഭാഗം വരുമ്പോൾ എന്തോ ഒരു പ്രത്യേകത ജത്രൂദിന് അനുഭവപ്പെടാൻ തുടങ്ങി. അങ്ങനെ പിന്നീട് തുടർന്നും ഒരു ആത്മാവിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ വെളിപ്പെട്ട് കിട്ടുക. ഈ ഒരാൾ ശുദ്ധീകരണ സ്ഥലത്ത് ആയിരിക്കാനുള്ള ഒരു കാരണമെന്ന് പറയുന്നത് അദ്ദേഹം ഭൂമിയിലായിരുന്നപ്പോൾ തൻ്റെ കാഴ്ചപ്പാടുകളെ അത് മറ്റുള്ളവരെ അടിച്ചേൽപ്പിക്കാനായിട്ട് അദ്ദേഹം പരിശ്രമിച്ചിരുന്നു. അപ്പോൾ പിന്നീട് അത് കൂടാതെ ആരെങ്കിലും തെറ്റ് ചെയ്താൽ അദ്ദേഹം അവരോട് ക്ഷമിച്ചാലും അവരോട് അകലം പാലിച്ചിരുന്നു. ക്ഷമിച്ചു, പക്ഷേ എന്നാലും പിന്നീട് അവരോട് നല്ല രീതിയിൽ തിരിച്ച് ഇടപെടാതെ അവരോട് അകലം പാലിച്ചിരുന്നു. അപ്പോൾ ഇക്കാരണത്താലാണ് ഈ ഒരു ആത്മാവ് ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കുന്നത്. ഇങ്ങനെ നിരവധി സംഭവങ്ങൾ ഇങ്ങനെ ജത്രൂദിന് ഈശോ വെളിപ്പെടുത്തി കൊടുക്കുമായിരുന്നു, ഓരോ ആത്മാവിൻ്റെ അവസ്ഥ. അതുപോലെ തന്നെ മരിക്കാൻ പോകുന്ന ആൾക്കാർ, ഇപ്പോൾ അവരുടെ സന്യാസിനി മഠത്തിൽ ആരെങ്കിലും മരണപ്പെടാറായിട്ട് കിടക്കുകയാണെങ്കിൽ ദൈവം മുൻകൂട്ടി ജത്രൂദിന് വെളിപ്പെടുത്തി കൊടുത്തിരുന്നു. അങ്ങനെ ഓരോ ആത്മാവിൻ്റെ അവസ്ഥകൾ മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് വേണ്ടി കൂടുതൽ പ്രാർത്ഥിക്കുവാനായിട്ട് ജത്രൂദിന് പ്രത്യേകമായ വരം ലഭിച്ചിരുന്നു. അങ്ങനെ തൻ്റെ ഒരു പ്രാർത്ഥനാ ജീവിതം വളരെ നല്ല രീതിയിൽ പോയിരുന്നെങ്കിലും ജത്രൂദിൻ്റെ ജീവിതത്തിലും ഒരു ആത്മീയമായ വരൾച്ചയൊക്കെ അനുഭവപ്പെട്ടിരുന്നു. പലപ്പോഴും പ്രാർത്ഥിക്കാനായിട്ട് ഇരിക്കുമ്പോൾ കർത്താവ് ശ്രവിക്കുന്നതായിട്ട് അവൾക്ക് തോന്നിയിട്ടില്ല. ദൈവത്തിൻ്റെ ആ ഒരു സാന്നിധ്യം അനുഭവപ്പെടാത്ത അവസ്ഥ, അതോടൊപ്പം തന്നെ ഉദാസീനത, ശ്രദ്ധക്കുറവ്, അങ്ങനെ പല കാര്യങ്ങളും ജത്രൂദിനെ കാര്യമായിട്ട് അലട്ടിയിരുന്നു. അപ്പോൾ ഇത് എന്തുകൊണ്ടെന്നോ അവൾക്കറിയില്ല. അതോടൊപ്പം തന്നെ നിരാശ, താൻ എന്തിനു പ്രാർത്ഥിക്കുന്നു. പലപ്പോഴും അവൾക്ക് ഈശോ വെളിപ്പെടുത്തി കൊടുത്ത ദർശനങ്ങൾ പോലും ഇതൊക്കെ തൻ്റെ മനസ്സിൽ തോന്നുന്നതായിരിക്കും എന്ന് പോലും അവൾക്ക് തോന്നിയിരുന്ന അവസ്ഥകൾ ജത്രൂദിനുണ്ടായിട്ടുണ്ട്. അങ്ങനെ ഏതൊരു സാധാരണ മനുഷ്യർക്ക് തോന്നുന്ന അതേ വികാരങ്ങളിലൂടെയെല്ലാം ജത്രൂദ് ആ സമയങ്ങളിൽ കടന്നു പോവുകയാണ്. പക്ഷേ ഇതൊക്കെ എന്തുകൊണ്ടെന്നോ ഒന്നും ജത്രൂദിന് മനസ്സിലാകുന്നില്ലായിരുന്നു. പക്ഷെ എന്നിരുന്നാൽ കൂടിയും ജത്രൂദ് തൻ്റെ ജീവിതത്തിലുണ്ടായ ഈ ഒരു സ്പിരിച്വൽ ഡ്രൈനെസ് അല്ലെങ്കിൽ ആത്മീയ വരൾച്ചയുടെ അനുഭവങ്ങളിലെല്ലാം അവൾ ഒട്ടും വീണു പോകാതെ, താൻ ചെയ്തിരുന്ന ആ ഒരു ഭക്തി അഭ്യാസങ്ങളിൽ നിന്നൊന്നും മാറിപ്പോകാതെ അതെല്ലാം തുടർന്നു കൊണ്ടുപോകാൻ അവൾ കഠിനമായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരുന്നു. വിശുദ്ധ കുർബാനയും നിരന്തര പ്രാർത്ഥിക്കാൻ തോന്നാത്തപ്പോൾ പോലും അവൾ നിർബന്ധപൂർവ്വം പോയിരുന്ന് പ്രാർത്ഥിക്കുവാനായിട്ട്, ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ ചെലവഴിക്കാനൊക്കെ ആയിട്ട് അവൾ ബോധപൂർവം ശ്രമിച്ചിരുന്നു. അങ്ങനെ ഇക്കാരണത്താൽ അവൾക്ക് അവളുടെ ആ ഒരു കുറവുകളൊക്കെ സാവധാനം മറികടക്കുവാനായിട്ട് ദൈവത്തിൽ നിന്ന് സഹായം ലഭിച്ചു. അങ്ങനെ ജത്രൂദിൻ്റെ ജീവിതത്തിൽ ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ ഈശോ ഇങ്ങനെ ഒരു കാര്യം അവളോട് പറയുന്നുണ്ട്. അതായത് നിനക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ നിനക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്നതിൻ്റെ കാരണം ഇതാണ്. ദൈവം തിരഞ്ഞെടുത്ത ആത്മാക്കളിൽ ദൈവത്തിൻ്റെ പ്രത്യേകമായ ഒരു വരം ചൊരിയുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു കുറവ്, അവരുടെ മാനുഷിക ബലഹീനതകൾ മാനുഷ്യ പ്രകൃതിയുടെ ബലഹീനതകൾ മനസ്സിലാക്കുവാനായിട്ടും അതോടൊപ്പം തന്നെ അഹങ്കാരം എന്ന ആ ഒരു നാശത്തിൽ നിന്ന്
അവർക്ക് വിടുതൽ ലഭിക്കാനുമായിട്ടാണ് ഇത്തരം അവസ്ഥകൾ ഈ ദൈവം തിരഞ്ഞെടുത്ത ആത്മാക്കളിൽ അവർക്ക് അനുഭവിക്കേണ്ടി വരുന്നത് എന്ന് ഈശോ അവൾക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നു. അങ്ങനെ ഇതിൽ നിന്നാണ് അവൾക്കൊരു തിരിച്ചറിവ് ലഭിക്കുന്നത്. കാരണം താനും ഇത്രത്തോളം പുണ്യത്തിൽ ജീവിക്കുന്നെങ്കിലും തൻ്റെ ഒരു മനുഷ്യപ്രകൃതിയുടെ കാരണം കൊണ്ടാണ് ഇത്തരം അവസ്ഥകൾ തൻ്റെ ജീവിതത്തിൽ തനിക്ക് നേരിടേണ്ടി വരുന്നതെന്ന് അവൾ തിരിച്ചറിയുന്നു. അങ്ങനെ അവൾ പിന്നീടുള്ള തൻ്റെ മുന്നോട്ടുള്ള ജീവിതത്തിൽ അവൾ തന്നെ ദൈവത്തിന് ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് അവൾ തൻ്റെ ജീവിതം ദൈവകരുണയ്ക്കായിട്ട് വിട്ടുകൊടുത്തുകൊണ്ട് അവൾ നയിക്കുവാനായിട്ട് നിശ്ചയിക്കുകയാണ്. അവൾ ഏത് സമയം മുതൽ ഈ ഒരു തീരുമാനമെടുത്തോ, അതായത് ദൈവത്തിൻ്റെ കരുണ തൻ്റെ ജീവിതത്തിൽ വർഷിക്കുവാനായിട്ട് ദൈവം അനുവദിച്ചിട്ടുള്ളതാണ് ഈ കാര്യങ്ങളൊക്കെ, തൻ്റെ മാനുഷിക ബലഹീനതകളൊക്കെ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എപ്പോൾ അവൾ സ്വയം വിട്ടുകൊടുക്കാനായിട്ട് അവൾ തീരുമാനിച്ചോ, അന്നു മുതൽ ജത്രൂദ് എന്ന ആ ഒരു നദി വ്യത്യസ്തമായൊരു ദിശയിലൂടെ ഒഴുകുവാനായിട്ട് തുടങ്ങി, ഈശോയ്ക്ക് വേണ്ടിയിട്ട് കൂടുതൽ തീക്ഷ്ണതയോടുകൂടി. അങ്ങനെ ജത്രൂദിൻ്റെ ജീവിതത്തിൽ കൂടുതൽ അഭിഷേകം, കൂടുതൽ അനുഗ്രഹങ്ങളൊക്കെ ഈശോ വർഷിക്കുവാനായിട്ട് തുടങ്ങി. എന്നിരുന്നാലും ഈശോ ഇങ്ങനെ പറയുന്നുണ്ട്, എന്നിരുന്നാൽ കൂടിയും ചില മാനുഷിക ബലഹീനതകൾ ജീവിത അവസാനം വരെ നിലനിൽക്കും. ചിലതൊക്കെ അവൾക്ക് മറികടക്കുവാനായിട്ട്, അതിജീവിക്കുവാനൊക്കെ ആയിട്ട് അവൾക്ക് സാധിച്ചു. പക്ഷേ ചിലതൊക്കെ അവസാനം വരെ അവളുടെ ജീവിതത്തിൽ നിലനിന്നു. അപ്പോൾ ഇങ്ങനെ മാനുഷിക ബലഹീനതകളൊക്കെ അവളുടെ ജീവിതത്തിൽ നിന്നെങ്കിലും സ്വയം എളിമപ്പെട്ടുകൊണ്ട് തന്നെ ഈശോയുടെ മുന്നിലായിരിക്കുവാനായിട്ട് ഈ ബലഹീനതകൾ അവളെ സഹായിച്ചു എന്നുള്ളതാണ്. അങ്ങനെ അവൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങളുടെ കാര്യങ്ങൾ പറയുമ്പോൾ അതിൽ അവൾക്ക് ലഭിച്ചിരുന്ന മറ്റൊരു വരമെന്ന് പറയുന്നത് അത്ഭുത പ്രവർത്തനത്തിനുള്ള വരമായിരുന്നു. പല അവസരങ്ങളും അവൾക്ക് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനുള്ള പ്രത്യേക വരം ഈശോ കൊടുത്തിരുന്നു. ഒരിക്കൽ ഇതുപോലെ നല്ലൊരു അതിശൈത്യം അനുഭവപ്പെട്ടു. അവരുടെ നാട്ടിൽ അതിശൈത്യം വരികയും കൃഷിയിടങ്ങളൊക്കെ നശിച്ചു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായി. അപ്പോൾ ആൾക്കാർക്ക്, അവിടെ ഉണ്ടായിരുന്ന കർഷകർക്ക് തന്നെ പ്രത്യേകിച്ച് ഇതിൽ നിന്ന് എങ്ങനെ അവർക്കൊരു വിടുതൽ ലഭിക്കണമെന്ന് അവർക്ക് അറിയാത്തൊരു അവസ്ഥയുണ്ടായിരുന്നു. അവന് ഈ സമയത്ത് ജത്രൂദ് പ്രത്യേകമായിട്ട് ഈശോയോട് ആവശ്യപ്പെടുകയും കൂടുതൽ തീക്ഷ്ണതയോടുകൂടി ഈ ഒരു അവസ്ഥയിൽ നിന്ന് അവർക്ക് മോചനം ലഭിക്കുവാനായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അങ്ങനെ പ്രാർത്ഥനയുടെ ഫലമായി ജത്രൂദ് പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോൾ മുതൽ ആ മഞ്ഞുരുകുകയും അവിടെ നല്ലൊരു കാലാവസ്ഥ ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിന് സമാനമായി തന്നെ മറ്റൊരു സാഹചര്യത്തിൽ ഇതുപോലെ പെരുമഴ പെയ്ത സമയത്തും ഇതുപോലെ നാശനഷ്ടങ്ങളൊക്കെ കാര്യമായിട്ട് ആ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരുന്നപ്പോൾ ജത്രൂദ് അതിനു വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ അപ്പോഴും ഇതുപോലെ തന്നെ ആ മഴ നിൽക്കുകയും പൂർണ്ണമായിട്ടുള്ള ശാന്തത ആ നാട്ടിൽ വരികയും ചെയ്യുന്നുണ്ട്. പിന്നെ മൂന്നാമതൊരു സംഭവം പറയുന്നത് ഇതുപോലെ പ്രകൃതി ദുരന്തം വന്ന അവസരത്തിൽ ജത്രൂദ് വീണ്ടും ഇതുപോലെ ഈശോയോട് പ്രത്യേകമായിട്ട് ആവശ്യപ്പെടുകയാണ്. അതിൽ നിന്ന് മോചനം ലഭിക്കാനായിട്ട്, പ്രത്യേകം പ്രകൃതി ദുരന്തങ്ങളൊക്കെ അവസാനിക്കുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു. പക്ഷേ ആ സമയത്ത് ഈശോ ആ ഒരു അഭ്യർത്ഥന ജത്രൂദിൽ നിന്ന് സ്വീകരിക്കുന്നില്ല. അതിൻ്റെ കാരണം ഈശോ പറയുന്നത് ഇങ്ങനെയാണ്. അവിടെ ഈശോ വഴക്കടിക്കുന്ന 2 ആത്മാക്കൾക്ക് വേണ്ടിയിട്ടാണ് ഇത് അനുവദിച്ചു കൊടുക്കുന്നത്. കാരണം അവർ മാനസാന്തരപ്പെട്ട് തിരിച്ചു വരുവാനായിട്ടാണ് ഈ ഒരു സാഹചര്യം ഇപ്പോൾ അവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ അത് ദൈവഹിതപ്രകാരമുള്ള ഒരു കാര്യമാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ജത്രൂദിനോട് ഈശോ അവിടെ വെളിപ്പെടുത്തുകയാണ്. അങ്ങനെ നിരവധി തവണ ഇതുപോലെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാനായിട്ടുള്ള പ്രത്യേകമായ വരം ജത്രൂദിന് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ അതിന് ഒത്തിരി സാക്ഷ്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ മറ്റ് വിശുദ്ധരിലൊക്കെ ചില മിസ്റ്റിക്കുകളിലൊക്കെ കാണുന്ന പോലെ ചിലർക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആത്മീയ നിർവൃതി അല്ലെങ്കിൽ എക്സ്റ്റസി എന്ന് പറയും. അപ്പോൾ ഇത് അങ്ങനത്തെ അനുഭവങ്ങൾ പല വിശുദ്ധർക്കും മിസ്റ്റിക്കുകൾക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതേ അനുഭവം തന്നെ ജത്രൂദിൻ്റെ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ട്. ജത്രൂദ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ആത്മീയ നിർവൃതിയിലാവുകയും കൂടുതൽ അഭിഷേകത്തിൽ പ്രാർത്ഥന അനുഭവത്തിലായിത്തീരുന്ന ഒരു അവസ്ഥയൊക്കെ പല അവസരങ്ങളിലും ജത്രൂദിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇതുകൂടാതെ ജത്രൂദിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവൾ പ്രത്യേകമായിട്ടൊരു ഈശോ കഴിഞ്ഞാൽ ജത്രൂദിനെ ഏറ്റവും ഇഷ്ടം മാതാവിനെയായിരുന്നു. അവൾ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്നത് പരിശുദ്ധ അമ്മയാണ്. അങ്ങനെ മാതാവിൻ്റെ ഒരു ഭക്തയായിരുന്നു ജത്രൂദ്. ഒരു സംഭവം ഇങ്ങനെ പറയുക, അപ്പോൾ മാതാവിനോടുള്ള ഈ സംഭവത്തിൽ നിന്ന് നമുക്കറിയാൻ പറ്റും മാതാവിനോട് ജത്രൂദിന് എത്രത്തോളം ഒരു ബന്ധമുണ്ടായിരുന്നു. ഒരിക്കൽ
പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജത്രൂദ് മാതാവിനോട് ആവശ്യപ്പെടുകയാണ്, ഓമനത്വമുള്ള ഒരു കുഞ്ഞിനെ എനിക്ക് തരണേ എന്ന് പറഞ്ഞ് മാതാവിനോട് വെറുതെ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. മാതാവ് കയ്യിലുള്ള ആ ഉണ്ണീശോയെ ജത്രൂദിൻ്റെ കൈകളിൽ വെച്ച് കൊടുക്കുകയാണ്. അങ്ങനെ ഇത്രത്തോളം ഒരു അടുപ്പം, അല്ലെങ്കിൽ ആ ഒരു ഈശോയായിട്ടും മാതാവുമായിട്ടൊക്കെ ജത്രൂദിന് വളരെ ആഴമായ ഒരു സ്നേഹബന്ധമൊക്കെ ഉണ്ടായിരുന്നെന്ന് നമുക്ക് ഈ അനുഭവങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ കണ്ടു ജത്രൂദിന് മറ്റ് ആത്മാക്കളുടെ മരണ സമയമൊക്കെ ഈശോ നേരത്തെ വെളിപ്പെടുത്തി കൊടുക്കുമായിരുന്നു. അപ്പോൾ ജത്രൂദിൻ്റെ ഈ ഒരു ലൈഫ് ടൈമിൽ പല അവസരങ്ങളിലും ജത്രൂദിന് മാനസിക പീഡകൾക്ക് പുറമെ ശാരീരികമായ നിരവധി പീഡകളൊക്കെ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ രോഗങ്ങൾ നിരന്തരം അലട്ടിയിരുന്നു. അപ്പോൾ ഏകദേശം ജത്രൂദിൻ്റെ ഒരു മരണസമയം അടുക്കുമ്പോൾ 7 രോഗപീഠകളാണ് ജത്രൂദിന് അനുഭവിക്കേണ്ടി വരിക. അതിൽ 7ാമത്തെ രോഗപീഠയുടെ സമയമാണ് ജത്രൂദ് മരണത്തിലേക്ക് വഴുതി വീഴുന്നത്. അപ്പോൾ ജത്രൂദിൻ്റെ മരണസമയം ഇതുപോലെ തന്നെ മറ്റൊരു ആത്മാക്കളുടേത് ഈശോ വെളിപ്പെടുത്തി കൊടുത്തിരുന്നുവെങ്കിൽ ഉറപ്പായും ജത്രൂദിൻ്റെ മരണസമയം ഈശോ നേരത്തെ തന്നെ ജത്രൂദിന് വെളിപ്പെടുത്തിയിരുന്നു. അപ്പോൾ ജത്രൂദിൻ്റെ മരണദിനങ്ങൾ അടുക്കുമ്പോൾ തന്നെ ജത്രൂദിന് ഈശോ കാണിച്ചു കൊടുക്കുകയാണ് മാലാഖമാരും ഈശോയും കൂടെയൊക്കെ ജത്രൂദിനെ സ്വർഗത്തിലേക്ക് ആനയിക്കുന്നത്. അപ്പോൾ ആ ഒരു നിമിഷത്തേക്ക് വേണ്ടിയിട്ട് ജത്രൂദ് വളരെ ആഗ്രഹത്തോടെ കാത്തിരിക്കുകയായിരുന്നു. നമ്മൾ നേരത്തെ കണ്ടു ജത്രൂദ് ചെറുപ്പമായിരുന്നപ്പോൾ, കുഞ്ഞായിരുന്നപ്പോൾ തന്നെ ആ ഒരു അനുഭവം, മുകളിൽ നിന്ന് താഴെ വീഴുന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ ആ സമയത്തും മരിച്ചിരുന്നെങ്കിലോ എന്ന് പറഞ്ഞ് ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്നാൽ എനിക്ക് സ്വർഗത്തിൽ പോകാമായിരുന്നല്ലോ എന്ന് ജത്രൂദ് പറയുന്നുണ്ട്. അപ്പോൾ ആ ചെറുപ്പം മുതൽ തന്നെ ജത്രൂദ് സ്വർഗത്തിൽ പോകാനായിട്ട് ഏറെ ആഗ്രഹിച്ച് ജീവിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ ഈ ദർശനം കണ്ട ശേഷവും എത്രയേറെ രോഗപീഠകൾ ജത്രൂദിന് നേരിടേണ്ടി വന്നെങ്കിൽ പോലും അപ്പോഴും അവൾ തൻ്റെ പ്രാണനാഥനായ ഈശോയെ കാണുവാനായിട്ട് വളരെ ഒരുക്കത്തോടു കൂടി പിന്നീടുള്ള ദിനങ്ങൾ കഴിച്ചു കൂട്ടുകയായിരുന്നു. 1322 നവംബർ 17-ാം തീയതി ജത്രൂദ് ദർശനത്തിൽ കണ്ടതുപോലെ തൻ്റെ ഇഹലോകവാസം വെടിഞ്ഞ് തൻ്റെ പ്രാണനാഥനായ ഈശോയോടൊപ്പം സ്വർഗത്തിലേക്ക് യാത്രയായി. ജത്രൂദിൻ്റെ മരണത്തിന് ശേഷം ഏതാനും മണിക്കൂറുകൾക്കകം തന്നെ അവളുടെ ശരീരം തേജസ്സുറ്റതായി കാണപ്പെട്ടു എന്നാണ് പറയുക. 1677 ഇന്നസെൻ്റ് 17-ാമൻ മാർപ്പാപ്പ അവളെ വിശുദ്ധിയായിട്ട് പ്രഖ്യാപിച്ചു. ജത്രൂദിൻ്റെ ജീവിതം നമുക്കും മാതൃകയാക്കാം. അവളും തൻ്റെ ഏറ്റവും സഹനങ്ങൾ നിറഞ്ഞ നാളുകളിലും ഈശോയോട് ചേർന്ന് നിന്നുകൊണ്ട് കൂടുതൽ പ്രാർത്ഥിക്കുവാനായിട്ടും തൻ്റെ സഹനങ്ങളെല്ലാം കാഴ്ചവെച്ചുകൊണ്ട് തന്നെ ഈശോയെ കൂടുതൽ സ്നേഹിക്കാനൊക്കെ ആയിട്ട് അവൾ പരിശ്രമിച്ചു. അതുപോലെ നമ്മളുടെ ജീവിതത്തിലെ ഏത് സാഹചര്യത്തിലും ഈശോയോട് ചേർന്ന് നിൽക്കുവാനായിട്ടും ജത്രൂദിനെ പോലെ ഭക്തിയാഭ്യാസങ്ങളിലൊന്നും യാതൊരു കുറവും വരുത്താതെ ഈശോയോട് ചേർന്ന് നിന്നുകൊണ്ട് ഈശോയെ കൂടുതൽ സ്നേഹിച്ചുകൊണ്ട് ജീവിക്കുവാനായിട്ട് നമുക്കും പരിശ്രമിക്കാം. ഈ വിശുദ്ധയുടെ പ്രത്യേകമായ മാധ്യസ്ഥം നമ്മൾക്ക് യാചിക്കുകയും ചെയ്യാം.